കൊടുങ്കാറ്റായി പെരുമ്പാവൂരിൽ സംഘടിപ്പിച്ച ഓപ്പറേഷൻ തൂഫാൻ ജാഗരൺ പെരുമ്പാവൂരിലെ ലഹരി ക്യാപിറ്റൽ എന്ന കുപ്രസിദ്ധിയിൽ നിന്നും മോചിപ്പിക്കാൻ ജനങ്ങളും ഒപ്പം നിൽക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അഭ്യർത്ഥിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കുമെന്നും ആഭ്യന്തരമന്ത്രി കൂട്ടിച്ചേർത്തു. പെരുമ്പാവൂർ കണ്ടംതറയിലുള്ള ഭായ് കോളനിയിലും ആഭ്യന്തരമന്ത്രി സന്ദർശനം നടത്തി. ഇരുട്ടടച്ചു വന്ന മഴയെയും തോൽപ്പിച്ച് പെരുമ്പാവൂരിൽ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംഘടിപ്പിച്ച ജാഗരൺ ബഹുജന റാലി. പെരുമ്പാവൂർ ബോയ്സ് ഹൈസ്കൂളിൽ നിന്ന് ആരംഭിച്ച റാലി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നയിച്ചു. മണ്ഡലത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ, ജനപ്രതിനിധികൾ, പൊതുജനങ്ങൾ ഉൾപ്പെടെ നിരവധി ആളുകൾ റാലിയുടെ ഭാഗമായി. തുടർന്ന് പെരുമ്പാവൂർ സുഭാഷ് പാർക്കിന് മുന്നിൽ ലഹരി വിരുദ്ധ പോരാട്ടത്തിന്റെ പ്രതീകമായി തൂഫാൻ പതാക ആഭ്യന്തരമന്ത്രി ഉയർത്തി. ഓപ്പറേഷൻ തൂഫാൻ എന്ന ഈ നിർണായക പോരാട്ടത്തിൽ ഞാൻ ഒരു തൂഫാൻ വാരിയറായി പങ്കാളിയാകുന്നു. പെരുമ്പാവൂർ ഫാസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പൊതുസമ്മേളനം ആഭ്യന്തരമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ലഹരി മാഫിയയെ പൂർണ്ണമായി കേരളത്തിൽ നിന്ന് തുടച്ചു നീക്കുകയാണ് ലക്ഷ്യമെന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞു. അതിർത്തി വഴിയുള്ള ലഹരി ഇടപാടുകൾ തടയാൻ അയൽ സംസ്ഥാനങ്ങളിലെ DGPമാരുടെ സംയുക്ത യോഗം ഉടൻ ചേരും. പെരുമ്പാവൂരിന്റെ സുരക്ഷതയിലും വളർച്ചയിലും സംസ്ഥാന സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും കൂടുതൽ ശ്രദ്ധയുള്ളതുകൊണ്ടാണ് തുഫാൻ ജാഗരൺ ഇവിടെ നിന്ന് ആരംഭിക്കാൻ തീരുമാനിച്ചത്. അതിഥി തൊഴിലാളികളെ മറയാക്കിയും അവരെ ഉപയോഗിച്ചും ലഹരി മാഫിയ കേരളത്തിൽ തന്നെ വൻതോതിലുള്ള ലുക്രേറ്റീവ് ബിസിനസ്സായി ഇത് മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിൽ വന്ന ലഹരി മാഫിയയ്ക്ക് സ്വയം പ്രവർത്തിക്കാൻ സാധ്യമല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്നതാണ്. ലഹരി വിരുദ്ധ വേട്ടയുടെ സന്ദേശവുമായി പെരുമ്പാവൂരിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ കൂട്ടത്തോടെ താമസിക്കുന്ന ബായ് കോളനിയിലും ആഭ്യന്തരമന്ത്രി എത്തി. നിങ്ങൾ ഞങ്ങളുടെ അതിഥികളാണ്, ഭയപ്പെടുത്താനല്ല ഒപ്പം കൂട്ടാനാണ് ശ്രമിക്കുന്നതെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. ഹിന്ദിയിലും ബംഗാളിയിലുമാണ് ചെന്നിത്തല സംസാരിച്ചത്. ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് ചെന്നിത്തല തൂഫാൻ വാരിയർ ബാഡ്ജും നൽകി. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.